ബുഖാരി ദർസ് 9 കിതാബുൽ ഈമാനില് അടുത്ത ബാബു മിനൽ ഈമാനി അൻ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. സ്വന്തമായി ഇഷ്ടപ്പെടുന്നത് തൻ്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നതാണ് വിശ്വാസം, അല്ലെങ്കിൽ അത് വിശ്വാസത്തിൽ പെട്ടതാണ്, ഈമാനിൽ പെട്ടതാണ് എന്ന് പറയുന്ന അധ്യായം ബാബു. ഹദീസ് 13. حدثنا مسدد قال حدثنا يحيى عن شعبة عن قتادة عن أنس رضي الله عنه عن النبي صلى الله عليه وسلم. ഇതാണ് ഇതിന്റെ ഒരു സനദ്. മറ്റൊരു സനദ് وعن حسين بن المعلم وعن حسين المعلم قال حدثنا قتادة عن أنس عن النبي صلى الله عليه وسلم قال നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു لا يؤمن أحدكم حتى يحب لأخيه ما يحب لنفسه. لا يؤمن أحدكم നിങ്ങളിൽ ഒരാളും സത്യവിശ്വാസിയാവുകയില്ല ഹത്താ യുഹിബ്ബ അവൻ ഇഷ്ടപ്പെടുന്നത് വരെ ലി അഖീഹി അവന്റെ സഹോദരന് മാ യുഹിബ്ബു അവൻ ഇഷ്ടപ്പെടുന്ന ഒന്ന് ലി നഫ്സിഹി അവന്റെ സ്വന്തത്തിന്. സ്വന്തമായി ഇഷ്ടപ്പെടുന്ന ഒരു നന്മ തന്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നത് വരെ ഒരാളും പൂർണ്ണമായ സത്യവിശ്വാസി ആവുകയില്ല എന്നാണ്. അടുത്ത ബാബ് ഹുബ്ബുർ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ ഈമാൻ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുക, പ്രിയം വെക്കുക എന്നത് ഈമാനിൽപ്പെട്ടതാണ്. ഹദീസ് 14. حدثنا أبو اليمان قال أخبرنا شعيب قال حدثنا أبو الزناد عن الأعرج عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال. أبو هريرة رضي الله عنه لنا نبادنا رسول صلى الله عليه وسلم പറഞ്ഞു فوالذي نفسي بيده لا يؤمن أحدكم حتى أكون أحب إليه من والده وولده. فوالذي نفسي بيده ആരൊരുത്തന്റെ കയ്യിലാണോ എൻ്റെ ആത്മാവ് അവൻ തന്നെയാണ് സത്യം, അതായത് അള്ളാഹുവാണ് സത്യം. ലാ യുഅ്മിനു അഹദുക്കും നിങ്ങളിൽ ഒരാളും സത്യവിശ്വാസിയാവുകയില്ല ഹത്താ അകൂന ഞാൻ ആകുന്നത് വരെ അഹബ്ബ ഇലൈഹി അവനിലേക്ക് കൂടുതൽ പ്രിയങ്കരൻ ആകുന്നത് വരെ മിൻ വാലിദിഹി അവന്റെ പിതാവിനേക്കാൾ അല്ലെങ്കിൽ മാതാപിതാക്കളെക്കാൾ വ വലദിഹി അവന്റെ സന്താനത്തെക്കാളും. മാതാപിതാക്കളെക്കാളും സന്താനങ്ങളെക്കാളും ഒക്കെ ഏറ്റവും പ്രിയങ്കരൻ ഒരാൾക്ക് അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകുന്നത് വരെ ഒരാളും യഥാർത്ഥ സത്യവിശ്വാസി ആവുകയില്ല. ഹദീസ് 15. حدثنا يعقوب بن إبراهيم قال حدثنا ابن عليا عن عبد العزيز بن صهيب عن أنس عن النبي صلى الله عليه وسلم. هذا أرسل. وحدثنا آدم قال حدثنا شعبة عن قتادة عن أنس قال النبي صلى الله عليه وسلم. النبي صلى الله عليه وسلم പറഞ്ഞു لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. لا يؤمن أحدكم നിങ്ങളിൽ ഒരാളും സത്യവിശ്വാസിയാവുകയില്ല ഹത്താ അകൂന ഞാൻ ആകുന്നത് വരെ അഹബ്ബ ഇലൈഹി അവനിലേക്ക് കൂടുതൽ പ്രിയങ്കരൻ ആകുന്നത് വരെ മിൻ വാലിദിഹി അവന്റെ പിതാവിനേക്കാൾ വ വലദിഹി അവന്റെ സന്താനത്തെക്കാളും വന്നാസി അജ്മഈൻ മുഴുവൻ ജനങ്ങളെക്കാളും. അതായത് ഒരാൾക്ക് എല്ലാ സൃഷ്ടികളെക്കാളും ഏറെ പ്രിയം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആകുന്നത് വരെ അവർ ആരും തന്നെ സത്യവിശ്വാസി ആവുകയില്ല, യഥാർത്ഥ സത്യവിശ്വാസി ആവുകയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രിയം വെക്കുക എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാഅ് ചെയ്യലാണ് പ്രധാനമായിട്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞാൽ പറയാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്ത് പഠിപ്പിച്ചു, എന്ത് നമുക്ക് വിട്ടേച്ച് പോയി, അൽ കിതാബ് അസുന്ന വിശുദ്ധ ഖുർആനും സുന്നത്തും, അത് പിൻപറ്റൽ ആണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നതിന്റെ ലക്ഷണം. ഒരാൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടമുണ്ട് എന്ന് പറയുകയും എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരാത്ത മുൻ മാതൃകയില്ലാത്ത ദീനിൽ ഒരു മാതൃകയില്ലാത്ത കാര്യങ്ങൾ ദീനിൽ പടച്ചുണ്ടാക്കിയതിനെ പിൻപറ്റുകയും ചെയ്യുന്നെങ്കിൽ അവൻ യഥാർത്ഥത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുന്നില്ല. അടുത്തത് ബാബു ഹലാവത്തിൽ ഈമാൻ സത്യവിശ്വാസത്തിന്റെ മാധുര്യം സംബന്ധിച്ച് പറയുന്ന ഹദീസ് 16. حدثنا محمد بن المثنى قال حدثنا عبد الوهاب الثقفي قال حدثنا أيوب عن أبي قلابة عن أنس عن النبي صلى الله عليه وسلم قال നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാനി. സലാസുൻ മൂന്ന് കാര്യങ്ങൾ മൻ കുന്ന ഫീഹി ആ മൂന്ന് കാര്യങ്ങൾ നിങ്ങളിലുണ്ടെങ്കിൽ ആരിലുണ്ടോ അവൻ
ഈ മൂന്ന് കാര്യങ്ങൾ ആരിലുണ്ടോ അവൻ വജദ, അവൻ എത്തിച്ചിരിക്കുന്നു, അവൻ കണ്ടിരിക്കുന്നു, അവൻ അനുഭവിച്ചിരിക്കുന്നു ഹലാവത്തൽ ഈമാനി, ഈമാനിന്റെ മാധുര്യം. ഹലാവത്ത്, ഹൽവ എന്ന് പറഞ്ഞാൽ മധുരമാണല്ലോ, ഹലാവത്ത് മാധുര്യം. ആ മൂന്ന് കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറയുന്നത്. അൻ യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമ. അൻ യകൂന അല്ലാഹു വറസൂലുഹു, അല്ലാഹുവും റസൂലും ആകൽ, അഹബ്ബ ഇലൈഹി അവന് കൂടുതൽ പ്രിയങ്കരമാവൽ, മിമ്മാ സിവാഹുമ അത് രണ്ടും അല്ലാത്തതിനേക്കാൾ. അല്ലാഹുവും റസൂലും മറ്റെന്തിനേക്കാളും അവന് കൂടുതൽ പ്രിയങ്കരം ആകുക, അതാണ് ഒരു കാര്യം. അങ്ങനെയുള്ള വ്യക്തിക്ക് ഈമാന്റെ ഹലാവത്ത് മാധുര്യം ഉണ്ടാകും. രണ്ടാമത്തെ കാര്യം എന്താണ്? വഅൻ യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. വഅൻ യുഹിബ്ബ, അവൻ ഇഷ്ടപ്പെടലുമാണ്, അൽ മർഅ മനുഷ്യനെ, ലാ യുഹിബ്ബുഹു അവൻ ഇഷ്ടപ്പെടുന്നില്ല ആ മനുഷ്യനെ, ഇല്ലാ ലില്ലാഹ് അല്ലാഹുവിനല്ലാതെ. അപ്പൊ അല്ലാഹുവിനല്ലാതെ മറ്റൊരു മനുഷ്യനെ ഇഷ്ടപ്പെടാതിരിക്കുക. അൽ ഹബ്ബു ഫില്ലാ വൽ ബുഗ്ദു ഫില്ലാ എന്നാണ് തത്വം. അൽ ഹബ്ബു ഫില്ലാ അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കുക, വൽ ബുഗ്ദു ഫില്ലാ അല്ലാഹുവിന് വേണ്ടി വെറുക്കുക. ഒരു വ്യക്തിയെ വെറുക്കുക എന്ന് പറഞ്ഞാൽ വ്യക്തിയെ വ്യക്തിപരമായിട്ട് വെറുക്കുന്നില്ല, അതിലുള്ള അയാളിലുള്ള തിന്മയെ അള്ളാഹും റസൂലും പറഞ്ഞതിനെതിരായിട്ട് അദ്ദേഹം എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാര്യത്തെയാണ് വെറുക്കുന്നത്. ഒരാളെ ഇഷ്ടപ്പെടുമ്പോഴും അങ്ങനെ തന്നെ അള്ളാഹുവിന് വേണ്ടി ആയിരിക്കണം, അള്ളാഹുവിന്റെ വജ്ഹ് മുൻനിർത്തി ആയിരിക്കണം, സ്വന്തം താല്പര്യങ്ങളെ മുൻനിർത്തി മാത്രമുള്ള ഇഷ്ടം ആവരുത് എന്നതാണ്. അപ്പോൾ മൂന്ന് കാര്യങ്ങൾ ഒരാളിലുണ്ടായാൽ അവന് ഈമാന്റെ മാധുര്യം അനുഭവിച്ചു. ഒന്ന്, അള്ളാഹുവും റസൂലും മറ്റൊന്നിനേക്കാളും അവന് പ്രിയങ്കരമാവുക. രണ്ട്, അവൻ ഒരു മനുഷ്യനെ സ്നേഹിക്കുന്നത് അള്ളാഹുവിന് വേണ്ടി ആവുക, ഒരാളെ സ്നേഹിക്കുന്നത്. അവൻ വെറുക്കലുമാണ്. കുഫറിലേക്ക് മടങ്ങൽ, ഇസ്ലാം സ്വീകരിച്ച ശേഷം, അല്ലെങ്കിൽ ഒരാൾ മുസ്ലിമായിട്ട് ജനിക്കാൻ സൗഭാഗ്യം ഉണ്ടായി ഇസ്ലാം മതത്തിലായ ശേഷം മടങ്ങിപ്പോവൽ, കുഫറിലേക്ക് മടങ്ങിപ്പോവൽ, റിദ്ദത്ത് സംഭവിക്കൽ. കമാ യക്റഹു അൻ യുഖ്ദഫ ഫിന്നാരി, അവൻ വെറുക്കുന്നത് പോലെ, കമാ യക്റഹു അവൻ വെറുക്കുന്നത് പോലെ, അൻ യുഖ്ദഫ അവൻ എറിയപ്പെടുന്നത്, ഫിന്നാർ നരകത്തിൽ അല്ലെങ്കിൽ തീയിൽ. ഒരാൾ തീയിൽ അല്ലെങ്കിൽ നരകത്തിൽ എറിയപ്പെടുന്നത് എന്തുമാത്രം വെറുക്കുന്നു, അതുപോലെയാണ് ഒരു മുസ്ലിമിന് ഒരു സത്യവിശ്വാസിക്ക് കുഫറിലേക്ക് മടങ്ങുന്നത് അയാൾ വെറുക്കുന്നത് എങ്കിൽ ആ കാര്യവും. ഈ മൂന്ന് കാര്യങ്ങൾ ഒരാളിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ അവന് ഈമാനിന്റെ മാധുര്യം അനുഭവിച്ചു എന്നതാണ്. അടുത്ത ബാബ് അലാമത്തുൽ ഈമാനി ഹുബ്ബുൽ അൻസാരി, ഈമാന്റെ അടയാളത്തിൽപ്പെട്ടതാണ് ഹുബ്ബുൽ അൻസാർ, അൻസാരികളെ സ്നേഹിക്കുക, അൻസാറുകളോടുള്ള സ്നേഹം. മുഹാജിറുകൾ എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയവരാണല്ലോ, നബിയുടെ അനുയായികൾ. അൻസാറുകൾ അവരെ അവിടെ സഹായിച്ചവരാണ്. തങ്ങളുടെ സ്വത്തിന്റെ ഒരു ഭാഗം, തങ്ങളുടെ എല്ലാം നൽകിക്കൊണ്ട് സാമ്പത്തികമായും ശാരീരികമായിട്ടൊക്കെ അൻസാറുകൾ മക്കയിൽ നിന്ന് എല്ലാം ത്യജിച്ചു വന്ന മുഹാജിറുകളായിട്ടുള്ള സഹാബികളെ സഹായിച്ചു. അതുകൊണ്ടാണ് അവർ സഹായികൾ എന്ന അർത്ഥത്തിൽ അൻസാറുകൾ എന്നറിയപ്പെട്ടത്. ആ അൻസാറുകൾ സഹായിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത് ഈമാനിന്റെ ഭാഗമാണെന്നാണ്. ഹദീസ് 17. حدثنا أبو الوليد قال حدثنا شعبة قال أخبرني عبد الله بن جبر قال سمعت أنسا عن النبي صلى الله عليه وسلم قال, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയത്തുൽ ഈമാനി ഹുബ്ബുൽ അൻസാരി, ഈമാന്റെ അടയാളമാണ് അൻസാറുകളോടുള്ള സ്നേഹം. ആയത്തുൽ നിഫാഖി ബുഗ്ദുൽ അൻസാരി, നിഫാഖ് കപടതയുടെ ലക്ഷണമാണ്, അടയാളമാണ് അൻസാറുകളോടുള്ള വെറുപ്പ്.